ഹലോ ഗൈസ്, വീണ്ടും ഞാനിതാ ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് അതിമനോഹരമായിട്ടുള്ളൊരു ആശ്രമത്തിലാണ് കേട്ടോ. സ്ഥലം വരുന്നത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ ബസാർ ഗ്രാമത്തിൽ 13.76 ഏക്കറിൽ പരന്നു കിടക്കുന്ന ആനവക്കുന്നിലാണ് ശാന്തിഗിരി ആശ്രമം കക്കോടി ശാഖ സ്ഥിതി ചെയ്യുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ കോഴിക്കോടൊക്കെ കറങ്ങി ലാസ്റ്റ് കോഴിക്കോട് അടുത്തുള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ ശാന്തിഗിരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇവിടെ നല്ലൊരു അടിപൊളി ഒരു ലോട്ടസിൻ്റെ ആകൃതിയിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കാണാനാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയുള്ള കുറച്ച് സംഭവമാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ എൻ്റെ കൂടെ ചേട്ടനുണ്ട് കേട്ടോ. ചേട്ടനാണ് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു മല കയറാനുണ്ട് കേട്ടോ. ഈ മലേൻ്റെ മുകളിലാണ് ഈ ഒരു ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു കയറ്റം കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. നമ്മൾ ഒരുപാട് വീഡിയോസിലും അതുപോലെ തന്നെ റീൽസിലൊക്കെ ഈ ഒരു പ്ലേസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചതാണ് ഇവിടെ വരണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു ചെറിയൊരു എൻട്രൻസ് പോലെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. അത് റോക്കിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. അപ്പം നമ്മൾ ലോട്ടസ് ടെമ്പിളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കയറ്റാണല്ലോ ഇവിടെ, നല്ലൊരു ഒടുക്കത്തെ കയറ്റം. നമ്മൾ വണ്ടിയിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു കയറ്റം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മൾ താഴെ മുതൽ മുകൾ വരെ നടക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഇതാ ലോട്ടസ് ടെമ്പിളിൻ്റെ ഫ്രണ്ട് സൈഡിൽ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ ഇത് കണ്ടപ്പോൾ. ലോട്ടസ് ടെമ്പിളിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് ഗൈസ്, കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ടെമ്പിളിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ തന്നെ കയറുന്ന സമയത്ത് നമ്മൾ കാലൊക്കെ കഴുകിയിട്ട് വേണം അവിടേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലോട്ടസിൻ്റെ ആകൃതി, അതായത് താമരപ്പൂവിൻ്റെ ആകൃതിയിലാണ് ഈ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അവിടെ നമ്മൾ സ്വാഗതം ചെയ്യാനായിട്ട് അവിടെ ആശ്രമത്തിലുള്ള ആൾക്കാർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് അതിൻ്റെ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നല്ല സമാധാനവും ശാന്തതയൊക്കെയുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ചുറ്റുഭാഗം നമുക്ക് നടന്ന് കാണാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉൾഭാഗത്തേക്ക് പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ച് വരണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഉൾഭാഗം ഞാൻ നേരിട്ട് കാണിച്ചു തരാം. പക്ഷേ ഈ ഒരു ആശ്രമം സ്ഥിതി ചെയ്യുന്നതിന് ഒരു ഓപ്പൺ സ്പേസിലാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ. ഒരു പ്രസാദമൊക്കെ തരും കേട്ടോ. അത് പിന്നെ വരുന്നത് അതിലിങ്ങനെ ചുറ്റി തൊഴുക എന്നുള്ളൊരു സംഭവമാണ്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പ്രാർത്ഥിച്ചു പോയിട്ട് ഇനി നമ്മൾ പുറത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള കുറച്ച് വ്യൂ ഞാൻ കാണിച്ചു തരാം. മാനവരാശിക്ക് അറിവിനും ജ്ഞാനത്തിനും ആരാധനയ്ക്കുമായി ദൈവം കനിഞ്ഞു നൽകിയ ഇടമാണിത്. ജന്മാന്തരങ്ങളായി ഗുരു ഇവിടെ തപസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളുമൊക്കെ മാറിപ്പോകുവാൻ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് തീർത്ഥാടന സ്വഭാവത്തിൽ ഈ കുന്നു കയറണം എന്നാണ് ഗുരുവചനം. കഴിഞ്ഞ കാലത്തിൻ്റെ തിരുത്തും വരും കാലത്തിൻ്റെ കരുതലുമായി ദൈവം നൽകിയ കാരുണ്യമാണിത്. ജാതിമത ദേശഭേദമന്യേ സമൂഹത്തിലുള്ള മഹത് വ്യക്തിത്വങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ചു കൂടി ആലോചിക്കുന്ന ഇടം. എല്ലാവർക്കും എല്ലാം കിട്ടണം എന്ന ഗുരുവിൻ്റെ മഹാസങ്കല്പമാണ് വിശ്വജ്ഞാന മന്ദിരത്തിലൂടെ സാക്ഷാത്കരിക്കുന്നത്. നമ്മൾ ചെന്ന സമയത്ത് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം വൈകുന്നേരം 4 മണി ആയതോടെയാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രാത്രിയിലുള്ള ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് രാത്രി വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വ്യൂ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അത് വേറൊരു ഭംഗിയാണ്.
മാത്രമല്ല നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് ചുറ്റുപുറവും നമ്മുടെ ഈ താഴെയുള്ള ഗ്രാമങ്ങളും ഒക്കെ കാണാൻ പറ്റും. അത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പില്ലേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഹൈറ്റിലാണിത് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ് റൗണ്ട് ഷേപ്പിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ ഒരുപാട് ആർച്ചുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലോട്ടസിൻ്റെ ഓരോ ഇതളുകൾ നമുക്ക് എക്സ്റ്റീരിയറിൽ കാണാൻ പറ്റും കേട്ടോ. ഇൻറ്റീരിയർ വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, ഫുൾ ഓപ്പൺ സ്പേസ് ആണ്. ഈ ഒരു ടെമ്പിളിൻ്റെ നടുഭാഗത്തായിട്ട് സെൻട്രൽ പോർഷനിലാണ് നമ്മുടെ ഗുരുവിൻ്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ആ ഒരു പിക്ചർ ഉള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് വീഡിയോസ് എടുക്കാൻ പെർമിഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം കാണിക്കുന്നത്. ഇവിടെ വിശാലമായ ഒരു ഹാള് തന്നെയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളും അതുപോലെ തന്നെ ഒരുപാട് നടന്നു വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം നമ്മളും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഉള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ കേരളത്തിൻ്റെ പുറത്തൊക്കെ ചില അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീലാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഒരു എന്താ പറയുക, ഒരു ബിൽഡിങ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് വരാനൊക്കെ വേണ്ടിയിട്ട് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തതിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഇവിടെ ഏതൊരാൾക്കും, ഇവിടെ മുസ്ലിം ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും അവരേനൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കോഴിക്കോട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ടാറ്റാ ബൈ.